പക്കാ കേരളത്തിലോട്ട് എറണാകുളത്തിലോട്ടെല്ലാം പോകുന്നൊരു ഫീൽ. ഞാൻ എന്താ പറയുന്നത്, ശരിക്കും കേരളത്തിലാണോ നമ്മളുള്ളത് ചൈനയിലാണോ ഉള്ളതെന്ന് അറിയില്ല. ശരിക്കും ഇതാണ്ട നാറ് നട്ടിട്ടാണ് ഉള്ളത്, രണ്ട് സൈഡിലും നെൽകൃഷിൻ്റെ നാറ് നട്ട് വെച്ചിട്ടാണ്. സന്തോഷം കൊണ്ട് എനിക്കൊന്നും തിരിയുന്നില്ല. ഇത്രയും സന്തോഷമുള്ളൊരു സ്ഥലം, ഇത്രയും നമ്മൾ നാട് തന്നെ ഇങ്ങനത്തെ സാധനം വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ചൈനയിലെന്ന് മനസ്സിലാകുന്നത്, ഈ എഴുത്ത് കാണുമ്പോൾ. അല്ലാണ്ട് നമ്മൾ പക്ക നമ്മളെ സ്വന്തം നാട്ടിലോട്ട് പോകുന്നൊരു ഫീൽ തന്നെയാണ്. ഇതുണ്ട ഗുഡ്സുകൾ കണ്ട, ഇവിടുത്തെ ഈ കൃഷി ആവശ്യത്തിനെല്ലാം സാധനങ്ങൾ എടുക്കാൻ വരുന്ന കൃഷിയാണ്. ഇനി എനിക്ക് വഴിതെറ്റിയതാണോ അല്ലെങ്കിൽ ഇത് ഇവരെ സ്ഥലം തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതാ ഇങ്ങനെ മാപ്പ് കാണിക്കുന്ന വഴിയിലൂടെ പോകുന്നുണ്ട്. ഇതൊരു ഹെവനാണ്, ഒരു വലിയൊരു സ്വർഗം, ചൈനയിലെ സ്വർഗം അല്ലെങ്കിൽ ലോകത്തിൻ്റെ സ്വർഗം എന്നല്ല വേണമെങ്കിൽ പറയാം. എന്ത് നല്ല സ്ഥലമാണ് നോക്ക്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് പുറത്തുനിന്ന്. ഇവിടെ പുറത്തിറങ്ങി ഒരു വീഡിയോ എടുക്കാൻ നമുക്ക് ഒന്നും പറ്റില്ല, കാരണം ഇത് ഇവിടെ ആരും ഇല്ല. പക്ഷെ ഇതാ നെൽകൃഷി, എൻ്റെ മോനെ നോക്ക്, നെൽകൃഷി നാല് നട്ട് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും. അയ്വാ നോക്ക് നോക്ക്, ഇതാ ഫുള്ള് നെല്ലാണ് ഈ കാണുന്നത്. ആരെങ്കിലും കണ്ടിനെങ്കിൽ അവരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കണം, പക്ഷെ ചോദിച്ചാലും ഇവരെ ഭാഷ നമുക്കറിയില്ല, അതുകൊണ്ട് പിന്നെ എങ്ങനെ ചോദിക്കാം. ചൈനയിലെ കൃഷികൾ കണ്ടിട്ടില്ല നിങ്ങൾ, ഇതാ ഇവരെ കാണുമ്പോഴാണ് നമ്മൾ, ഈ മൂത്താപ്പനെ കാണുമ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ചൈനയിലാണ് കേട്ടോ. ഓരില്ലെങ്കിലും നമ്മൾ ചൈനയിൽ അല്ല. ഇതൊക്കെയാട്ടെ ഇവിടുത്തെ വീടുകളാണ്, ഇവിടുത്തെ പൈസക്കാർ വീടുകളാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതുണ്ടാവും ഓരോരോ വീട് പേരും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ ആലോചിക്കും, ഇത് എങ്ങോട്ടേക്ക് പോകും, ഇങ്ങനെ ഒരു ഹൈവേയിലേക്ക് പോകുന്ന വഴിയാകുക, ഇത്ര ഇടുങ്ങിയ വഴിയാ. ഇതാണ്ടോ ഒരാൾ പാടത്തുനിന്ന് പോകുന്ന, അയാൾ ചിരിക്കുന്നുണ്ടോ, ഉപരി മൺവെട്ടിയിൽ എടുത്ത് പോകുന്നതാണ് എന്തോ കിളക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും വണ്ടറടിച്ചു പോയി, ഇങ്ങനത്തെ സ്ഥലമല്ല ചൈനയല്ല പഠിച്ചോന്, എന്താ കഥ. അയ്യോ ചേടാ, നമുക്കിനി എവിടെയെങ്കിലും വയൽ കണ്ടാൽ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാം കേട്ടോ. കാരണം ഇവിടം വരെ വന്നിട്ട് ചൈനയിലെ വയലെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളും നമ്മൾ യാത്ര. ഇതൊക്കെ കുഞ്ഞു വീട് ഉണ്ടാ, അതിൻ്റെ ഉള്ളിൽ ഇതാ എൻ്റെ മക്കളെ നോക്ക്, ഇത് ചൈനയല്ല, അൽ കേരളം. അവിടെ ഒരു പുഴയുണ്ട്, ആ പുഴൻ്റെ സൈഡിലൂട്ടിയാണ് മെയിനായിട്ട് ഇതാ നോക്ക്. ഇവാ ഞാറ് നട്ട് ഇപ്പൊ ശരിക്കും നമ്മളെ വയനാടെത്തി, ചൈനയിലെ വയനാട് നോക്കിയട്ടെ. ഫുള്ള് ഞാറ് നട്ട് വെച്ചിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി. പക്ഷെ നമ്മളെ എന്താ പറയണ്ടേ, ക്യാമറ കുറച്ച് ഡാർക്കാണ്, കുറച്ചൊരു മേഘമെല്ലാം ഇങ്ങനെ മൂടിക്കെട്ടിയിട്ടുള്ളത്. എൻ്റെ മോനെ, നമ്മൾ വന്നത് ചൈനയിലാണോ കേരളത്തിലാണോ നോക്കിയേ. ഇപ്പുറത്ത് ബണ്ട് കെട്ടിയിട്ടുണ്ട്, ഈ വള്ളമാണ് ഇവർ ഇവിടത്തേക്ക് എടുക്കുന്നത്. അടുത്തൊരു ഉപ്പാപ്പ നടന്ന് വരുന്നുണ്ട്, പക്ഷെ ഏത് ഭാഷയിലാണ് മൂപ്പരോട് സംസാരിക്കും. ഒരു കുഞ്ഞു വീടും ഉണ്ട്. നമുക്ക് നാടൻ വരെ പോയി നോക്കിയാലോ, വണ്ടി വിടും.